ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഇനി റംസാൻ വിശേഷങ്ങളിലേക്ക്. അടിവാട് പ്രവാസി കൂട്ടായ്മ സൗദി റിയാദിൽ ഇഫ്താർ മീറ്റും കുടുംബസംഗമവും നടത്തി. കോതമംഗലം താലൂക്കിലെ അടിവാട് ഭാഗത്തെ പ്രവാസികളുടെ കൂട്ടായ്മയായ അടിവാട് പ്രവാസി കൂട്ടായ്മ സൗദി റിയാദിൽ ഇഫ്താർ മീറ്റും കുടുംബസംഗമവും നടത്തി. പ്രവാസ ലോകത്ത് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് അടിവാട് പ്രവാസി കൂട്ടായ്മ. GCCയിലും യൂറോപ്യൻ കൺട്രീസിലും അടക്കം 200ഓളം അംഗങ്ങൾ അടിവാട് പ്രവാസി കൂട്ടായ്മ. അടിവാട് പ്രവാസി കൂട്ടായ്മ അംഗങ്ങളുടെ ക്ഷേമത്തിന് മാത്രമല്ല നാടിൻ്റെ വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ശക്തമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടന. GCC രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന അടിവാട് പ്രദേശവാസികളായ നിരവധി പ്രവാസികൾ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതോടൊപ്പം നാട്ടിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സഹായങ്ങളും സജീവ ഇടപെടലുകളും അടിവാട് കൂട്ടായ്മ നടത്തിവരുന്നുണ്ട്. നാട്ടിൽ എന്ത് നടന്നാലും അവിടെ എല്ലാ പ്രവാസികളുടെ കയ്യൊപ്പുണ്ടെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി പറയാൻ വേണ്ടത്ര രാഷ്ട്രീയക്കാരോ സംഘടനകളോ ഇല്ലെന്നുള്ളതാണ് ഞാനിവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. അടിക്കടി ഉണ്ടാകുന്ന വിമാനക്കൊള്ള എന്ന് തന്നെ പറയാം. ഇതിനുവേണ്ടി പാർലമെന്റിൽ ശബ്ദിക്കാൻ MPമാരോ മറ്റ് രാഷ്ട്രീയക്കാരോ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന പിരിവ് ചോദിച്ച് പള്ളിക്കാരും വീട്ടുകാരും കുടുംബക്കാരും രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാം ഓടിയിരുന്ന ഒരു മേഖലയാണ്. പക്ഷെ പ്രവാസികളുടെ കാര്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരും തയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും വിശുദ്ധി. ഇന്നത്തെ തന്നെയും ഇത്തരത്തിലുള്ള പ്രവാസി കൂട്ടായ്മകൾ നാടിൻ്റെ നട്ടെല്ലാണ്. ജീവകാരുണ്യ മേഖലയിൽ സാമൂഹ്യ ഇടപെടൽ നടത്തുന്ന ഇവർക്കെല്ലാം. റിയാസ് സുമേഷി കാലിക്കറ്റ് റെസ്റ്റോറന്റ് ഹാളിലാണ് ഇഫ്താർ മീറ്റും കുടുംബസംഗമവും നടന്നത്. അടിവാട് പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ഷിബു മുളമ്പൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഷ്റഫ് മടവന, മുഹമ്മദ് റമീസ്, മീഡിയ കോർഡിനേറ്റർ ഷെഫീഖ് കൂട്ടംകുളം, ഓഡിറ്റർ എക്സിക്യൂട്ടീവ്, കേരള ജേർണലിസ്റ്റ് യൂണിയൻ മുൻ എറണാകുളം ജില്ലാ പ്രസിഡന്റും കോതമംഗലത്തെ മാധ്യമപ്രവർത്തകനുമായ ലത്തീഫ് കുഞ്ചാട്ട്, പ്രവാസി കൂട്ടായ്മ കമ്മിറ്റി അംഗങ്ങളായ നൂറുദ്ദീൻ കാരോട്ടുകൂടി, സവാദ് പുലിക്കുന്നൽ, അജ്മൽ ഒലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.